ദുരന്തങ്ങൾ ഒഴിയാതെ കാന്താര. അപകടങ്ങൾ സംഭവിക്കുന്നത് ശാപമോ അതോ യാദൃച്ഛികം മാത്രമാണോ? ഋഷഭ് ഷെട്ടി നായകനായി ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് കാന്താര ചാപ്റ്റർ 1. നിരന്തരമായി ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് ചിത്രം. ഒന്നിനു പുറകെ ഒന്നായി സിനിമയെ വിട്ടുപിരിയാതെ ദുരന്തങ്ങൾ പിന്തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ബോട്ട് മറിഞ്ഞ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ അപകടമുണ്ടായത് വലിയ വാർത്തയായിരുന്നു. ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ട് ഇപ്പോൾ ഇതാ അണിയറ പ്രവർത്തകർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹൊസനഗര തഹസിൽദാർ. ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തണമെന്നും ചിത്രീകരണത്തിനുള്ള അനുമതി രേഖകൾ സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. ശിവമോഗ ജില്ലയിലെ മണി ജലസംഭരണിയിലാണ് സിനിമാ ഷൂട്ടിംഗിനിടെ ബോട്ട് മറിഞ്ഞ് അപകടമുണ്ടായത്. അപകടത്തിൽ ആളപായമുണ്ടായിട്ടില്ലെങ്കിലും ക്യാമറകളും മറ്റ് ചിത്രീകരണ ഉപകരണങ്ങളും വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. നാഗർഹോബ്ലിയിലെ റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സംബന്ധിച്ച് സിനിമാ സംഘത്തെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ മറുപടിയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇപ്പോഴിതാ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അപകട വിവരങ്ങളും 3 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്ന് തഹസിൽദാരുടെ നോട്ടീസിൽ പറയുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇല്ലെങ്കിൽ സിനിമയുടെ തുടർ ഷൂട്ടിങ്ങിനുള്ള അനുമതി റദ്ദാക്കുമെന്നും റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം കാന്താര സെറ്റിലെ ബോട്ടപകടത്തിൽ വിശദീകരണവുമായി നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ബോട്ട് മറിഞ്ഞപ്പോൾ അതിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നും യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സിനിമയുടെ നിർമ്മാതാവ് പറഞ്ഞു. ഇവിടെ മാത്രമല്ല ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും കാന്താര സിനിമയുടെ ഭാഗമായിരുന്ന മലയാളിയും മിമിക്രി കലാകാരനുമായ വിജു വി.കെ. ചിത്രീകരണത്തിനിടെ മരണമടഞ്ഞിരുന്നു. ചിത്രീകരണം പുരോഗമിക്കുന്ന ബംഗളൂരിലെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തൃശൂർ ജില്ലയിലെ വാടനപ്പള്ളി സ്വദേശിയായിരുന്നു നിജു. സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകട വാർത്തകളും ദുരൂഹമായി അവശേഷിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് കാന്താര ചാപ്റ്റർ 1-ൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കന്നഡ താരം രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരിച്ചത്. ഒരു വിവാഹാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനിടെയായിരുന്നു 33-കാരനായ രാകേഷിന് ഹൃദയാഘാതം സംഭവിച്ചത്. ഉടൻ തന്നെ നടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ മാസമാണ് ഇതേ സിനിമയിൽ അഭിനയിക്കാൻ പോയ വൈക്കം സ്വദേശിയായ യുവാവ് ഉടുപ്പി ജില്ലയിലെ സൗപർണിക നദിയിൽ മുങ്ങി മരിച്ചത്. മെയ് 6-നായിരുന്നു സംഭവം നടക്കുന്നത്. തെയ്യം കലാകാരനായ കപിൽ നിരവധി ടെലിഫിലിമുകളിൽ അഭിനയിച്ചിരുന്നു. കാന്താര ചാപ്റ്റർ 2-ന്റെ ചിത്രീകരണത്തിനിടെ ഇതിനു മുമ്പും നിരവധി തിരിച്ചടികൾ നേരിട്ടിരുന്നു. നവംബറിലാണ് മുതൂരിൽ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയ 20 ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടത്. ഇതിന് പിന്നാലെ മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച പലതും ചെലവേറിയതുമായ ഒരു സെറ്റ് തകർന്നതും വാർത്തയായിരുന്നു. അതേസമയം ഈ വർഷം ഒക്ടോബർ 2-നാണ് കാന്താരയുടെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.